അപ്പോൾ നമ്മുടെ ഗ്യാസ് തീർന്നിട്ടുണ്ടോ? നമ്മുടെ ഗ്യാസല്ല, കുക്കിംഗ് ഗ്യാസ്. അപ്പോൾ അതെ നമ്മൾ ഗ്യാസ് എടുക്കാൻ പോണേ കേട്ടോ. ഈ ഗ്യാസ് ഇട്ട് വെച്ചേക്കണ വീടിൻ്റെ പുറത്താണേ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു പഴയൊരു ബൈക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ ഏത് മോഡലാണെന്ന് അറിയില്ല കണ്ടോ. പണ്ടത്തെ ഏതോ വമ്പൻ ടീമിൻ്റെ ബൈക്കാണ് കേട്ടോ. ഇപ്പോൾ തവിടുപൊടിയായിട്ട് കിടക്കുക, മൊത്തം പൊളിഞ്ഞെടുക്കാണ്. പക്ഷെ പണ്ടത്തെ എന്തോ ഒരു അടിപൊളി ബൈക്കായിരുന്നു കേട്ടോ. എനിവേ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാസ് കണ്ടോ. ഇവിടെ വലിയ ഗ്യാസ് കുറ്റി കണ്ടോ. ഇതൊരു വലിയ ഗ്യാസ് കുറ്റിയാണ് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ഉള്ളിലാണ്, ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ നമ്മൾ നാദാർ ഗ്യാസ് എന്ന് പറഞ്ഞ ഗ്യാസാണ് യൂസ് ചെയ്യണത്. പക്ഷെ അതിപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളത് ഫില്ല് ചെയ്യാൻ പോകണ്ട. ഓൾമോസ്റ്റ് ഇവിടെ അങ്ങനെയാണ് കേട്ടോ. വീടിനകത്തല്ല, ഗ്യാസ് എല്ലാം പുറത്തായിരിക്കും. അപ്പോൾ നമ്മളിതിപ്പോൾ നാദാർ ഗ്യാസിൻ്റെ ഗോഡൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് റിഫയിലുള്ള ഗോഡൗണിലാണ്. ഇതേപോലെ ഇവർക്ക് പല പല ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ നമ്മൾ വരുമ്പോൾ കാലിക്കുറ്റിയായിട്ട് വരുമ്പോൾ ആ കാലിക്കുറ്റി ഇവർ കൊണ്ടുപോയിട്ട് ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് ഒരു കുറ്റിയായിട്ട് ആളുകൾ തിരിച്ചു കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പോൾ നമ്മുടെ കുറ്റി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്, നമ്മൾ കാറിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഗ്യാസിന് ഏകദേശം ഒരു 500 രൂപയോളം വരുന്നുണ്ട് കേട്ടോ. നാട്ടിൽ 500 രൂപയോളം നമ്മളിപ്പോൾ ഒരു സിലിണ്ടർ ഫില്ല് ചെയ്യാനായിട്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതേപോലത്തെ നല്ല അടിപൊളി വീഡിയോസായിട്ടും ബഹറിലെ വിശേഷങ്ങളായിട്ടും നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.